സിബീന ടൈലറിംഗ് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്ലൗസ് തയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് എടുക്കുന്നത്. അത് കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്കത് ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തേക്ക് മടക്കി കൊടുക്കാം. കറക്റ്റായിട്ട് മടക്കിയതിന് ശേഷം ആ ഫോൾഡ് ഭാഗത്ത്, അതായത് മുറിയാത്ത ഭാഗത്ത് നമുക്ക് ഒരു കട്ട് കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ കട്ട് കൊടുക്കാം. കട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നിവർത്തിയിട്ടിട്ട് അളവ് കൊടുക്കാം. അളവെടുക്കുമ്പോഴത്തേനും നമുക്ക് എത്രയാണ് 4 മുതൽ 4, 4.5, 5, 5.5 വരെ നമുക്കിതിനെ അളവ് കൊടുക്കാം. ബാക്കിലെ ഡാട്ടാണത്. ഇതിപ്പം ഞാൻ അളവ് കൊടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ് ഇതിൽ ഞാൻ അളവ് കൊടുക്കുന്നത്. അങ്ങനെ രണ്ട് ഭാഗത്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ കട്ട് കൊടുത്ത ഭാഗത്ത് പിടിച്ചുകൊണ്ട് വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ എടുത്തതിന് ശേഷം ക്രോസ് ആയിട്ട് ആ 5.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിലേക്ക് ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ക്രോസായിട്ട് ആ 5.5 അടയാളപ്പെടുത്തിയെടുത്ത് വരെ അത് അവിടെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാം. 4, 4.5 കൊടുക്കാം, 5 കൊടുക്കാം, 5.5 കൊടുക്കാം, അങ്ങനെ. എന്നിട്ട് ഇതേപോലെ അവിടെ നിന്നൊരു സ്റ്റിച്ച് അങ്ങോട്ട് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് വീതിയിൽ അല്ലെങ്കിൽ 1/4 ഇഞ്ച് വീതിയിലോ നമുക്ക് ഇഷ്ടാനുസരണം കൊടുക്കാം. അങ്ങനെ രണ്ട് ഭാഗത്തും കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കറക്റ്റാക്കി വീഡിയോ കാണുന്ന രീതിയിലൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു പീസ് അവിടെ ജോയിൻറ്റ് ചെയ്ത് അടിച്ചെടുക്കണം. താഴ്ഭാഗത്ത് 1.5 ഇഞ്ചോ 2 ഇഞ്ച് വീതിയിൽ എടുക്കാം. അത് എടുത്തതിന് ശേഷം ഇത് അതിൽ ചേരാത്തത് കൊണ്ട് നമുക്ക് ഒരു പീസ് കൂടെ ചേർത്തടിച്ച് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം പതിച്ചടിച്ച് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അത് നമുക്ക് കറക്റ്റായിട്ട് വെച്ച് അടിച്ചെടുക്കാം. നല്ല വശവും കൂടെ ചേർത്താണ് വെക്കേണ്ടത്. നമ്മൾ ജോയിൻ്റൊക്കെ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ് വെളിയിൽ വരുമല്ലോ ആ ഭാഗം. അതുകൊണ്ട് നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് വീതിയിൽ ഇതേപോലെ തയ്ച്ചെടുക്കാം. തയ്ച്ചിട്ട് തയ്യൽ തുമ്പെല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ഇതൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്ന് പതിച്ചടിക്കാം. പ്രസ് ചെയ്യുമ്പോൾ ആ തയ്യൽ തുമ്പൊക്കെ താഴോട്ടാണ് ഇരിക്കേണ്ടത്. നമ്മുടെ നമ്മൾ ജോയിൻറ്റ് ചെയ്ത ആ ഭാഗമില്ലേ, ആ പീസ് താഴേക്ക് വരുന്ന പോലെ തയ്യൽ തുമ്പ് നമുക്കത് താഴേക്ക് വരണം. അതിനുശേഷം നമുക്കതിൻ്റെ മേൽ കൂടെ ഒരു പ്രസ് ചെയ്തടിക്കാം, പതിച്ചടിക്കാം. അതിനുശേഷം നമുക്കിങ്ങനെ രണ്ടായിട്ട് മടക്കി അകത്തോട്ട് മടക്കി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം മേളിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അത് വലിയ ആണിയിട്ട് വേണം കൊടുക്കാൻ, കാരണം നമുക്കത് അഴിക്കാനുള്ളതാണ്. അഴിച്ചതിന് ശേഷം നമുക്കവിടെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. കണ്ടില്ലേ, കാണി കൂട്ടിയിട്ടതിന് ശേഷം അതിൻ്റെ അരികിൽ കൂടെ തയ്ക്കരുത്, ആ മധ്യത്തിലൂടെ തയ്ച്ചാൽ മതി. എങ്കിലേ നമുക്കവിടെ സൈഡിൽ ഹെമ്മിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് എടുക്കാനുള്ളൂ. അങ്ങനെ തയ്ച്ചിട്ട് എടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആ ഡാട്ട് ഭാഗം വെളിയിലോട്ടാണ് രണ്ടും ഇരിക്കേണ്ടത്. ഇതിൽ ഒരെണ്ണം അകത്തോട്ടാണ് വന്നിരിക്കുന്നത്. അത് ശ്രദ്ധിച്ച് വേണം നമുക്ക് ചെയ്യാനുള്ളത്. അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് ഡാട്ട് കൊടുക്കാം. ഫ്രണ്ട് പാർട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ആ വീഡിയോ കാണുന്ന അതേ രീതിയിൽ നമ്മൾ ആ വരച്ച് വെച്ചിരിക്കുന്നില്ലേ മധ്യഭാഗത്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തില്ലേ നമ്മളതിൽ വരച്ച് വെച്ചിരുന്നത്, ആ വരച്ച് വെച്ചിരിക്കുന്ന ആ നടുക്കൂടുള്ള ആ വരയിലൂടെ കണ്ടില്ലേ, ആ വരയിലൂടെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ആ 1.5 ഇഞ്ച് വീതിയിൽ ക്രോസായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതേപോലെ ആ നൂലിൽ പിടിച്ച് ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോഴത്തേന് നമുക്ക് ആ കൈക്കുഴിയുടെ ഭാഗത്തേക്കുള്ള ഡാട്ടിൻ്റെ ഇത് കിട്ടും. അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് തയ്ച്ച് കൊടുക്കാം. തയ്ക്കുമ്പോഴത്തേന് നമുക്ക് താഴെ തയ്ച്ച ആ ഡാട്ടിൻ്റെ
ആ ഡാട്ടും ഈ മുകളിലിടുന്ന ഡാട്ടും തമ്മിലുള്ള വ്യത്യാസം എത്ര വേണമെന്നും നമുക്ക് അളവെടുപ്പുണ്ടെങ്കിൽ അതിൽ നോക്കി വേണം ഇടാൻ. ചിലവർക്ക് 1.5 2 ഇഞ്ച് വ്യത്യാസം 1.25 ഇഞ്ച് വ്യത്യാസത്തിലൊക്കെ വരും. ഇതിൽ 1 ഇഞ്ച് വ്യത്യാസമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് 1 ഇഞ്ച് കാണിച്ചത്. എന്നിട്ട് നമുക്കത് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് തന്നെ ക്രോസായിട്ട് തയ്ച്ച് കൊടുക്കുക. ഇതെല്ലാം 2 സ്റ്റിച്ച് വീതം കൊടുക്കണം. കണ്ടില്ലേ? വീഡിയോ കാണുന്ന അതേ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം. അതുപോലെ തന്നെ മറ്റേ ഭാഗവും അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ആ തുണിയിൽ പിടിച്ചിങ്ങനെ ആ നൂലിൽ പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ അതേപോലെ നമുക്ക് ആ കൈക്കുഴിയുടെ അവിടുത്തെ ഡാട്ട് അങ്ങനെ വരും. അങ്ങനെയാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് വേറൊരു ഡാട്ട് 3 ഡാട്ടാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഡാട്ട് കൊടുക്കേണ്ടത് നമുക്ക് ആ പടിയൊക്കെ വരുന്ന ഹൂക്ക് പടി അഴിപ്പടിയൊക്കെ വരുന്ന ആ ഭാഗത്താണ് വരേണ്ടത്. അതിന് നമുക്ക് ഇതേപോലെ 2ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം കറക്റ്റ് വീഡിയോ കാണുന്ന അതേ രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു പ്രഷർ ഫോട്ടിൻ്റെ വീതിയിൽ മേളിലോട്ട് ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. അതൊരു 3 ഇഞ്ച് ലെങ്തിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അത് നമുക്ക് മറ്റേ ഭാഗത്തും അതേപോലെ തന്നെ 3 ഇഞ്ച് വീതിയിൽ കൊടുക്കാം. 3 ഇഞ്ച് ലെങ്തിൽ അങ്ങനെ രണ്ട് പീസും നമുക്കതുപോലെ തയ്ച്ചെടുക്കാം. കണ്ടില്ലേ? ഇതേപോലെ 2 ഭാഗവും നമുക്ക് തയ്ച്ചെടുത്തതിന് ശേഷം ബാക്ക് പാർട്ട് ഇതേപോലെ നിവർത്തിയിടുക. ബാക്ക് പാർട്ട് നിവർത്തിയിട്ടതിന് ശേഷം അഴുക്ക് വശം നമുക്ക് മുകളിലോട്ട് വരത്തക്ക രീതിയിലാണ് ഇടുന്നത്. അതായത് അഴുക്ക് വശവും തമ്മിൽ ചേർന്നിരിക്കണം. ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും അഴുക്ക് വശങ്ങൾ തമ്മിൽ ചേരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് കട്ടിങ്ങിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ടാണ്. കട്ടിങ് പാർട്ടിൻ്റെ അളവെടുക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം ആ ഷോൾഡർ ഭാഗം കറക്റ്റായിട്ട് വെക്കണം. അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ കൈക്കുഴി വരുന്നില്ലേ, ആ ഭാഗവും നമുക്ക് കറക്റ്റായിട്ട് വെച്ച് പിന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു തുണി എടുത്തിട്ട് കറക്റ്റായിട്ട് ഇതിൽ വെക്കണമെന്നുമ്പോഴത്തേക്കും നമ്മുടെ ആ താഴ്ഭാഗത്ത് തുണി ബാക്ക് ലെങ്തിൻ്റെ അതേ ഇറക്കത്തിൽ വേണം വയ്ക്കാൻ. ബാക്ക് ഇറക്കം എത്രയാണോ വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ വേണം വെച്ചെടുക്കാൻ. നമുക്കതുപോലെ കറക്റ്റാക്കി ഒരു തുണിയെടുത്ത് അവിടെ വെച്ചതിന് ശേഷം നമുക്ക് കട്ടിങ്ങിനുള്ള പീസ് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതേ രീതിയിൽ തന്നെ ഈ കാണിക്കുന്ന അതേ രീതിയിൽ നമുക്കവിടെ വരച്ചെടുക്കാം. വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഫ്രണ്ട് പാർട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഹൂക്ക് പടി വരുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. നമുക്ക് കറക്റ്റായിട്ട് വരച്ചിരിക്കുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് കറക്റ്റ് വരച്ച് കൊടുത്ത് എല്ലാം ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ആ ഹൂക്ക് വരുന്ന ഡാട്ടിൻ്റെ അടുത്തുള്ള ഭാഗം അവിടത്തേക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കാം. അത് നമുക്ക് എപ്പോഴും ആ ഭാഗത്തവിടെയാണ് അളവ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ഓരോ ഇഞ്ച് തയ്യൽ തുമ്പ് വീതം ചുറ്റിനും കൊടുക്കാം. ഇതേപോലെ ചുറ്റിനും കൊടുത്തതിന് ശേഷം
കറക്റ്റായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ കാണുന്ന അതേ രീതിയിൽ ആ ഭാഗങ്ങളെല്ലാം കൂടെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഇതേപോലത്തെ നമുക്കൊരു 6 പീസാണ് വേണ്ടത്. മൊത്തത്തിൽ 6 പീസ് വേണം. അങ്ങനെ ഞാനത് 6 പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിലെല്ലാം ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പടിയുടെ അടുത്തേക്ക് വരേണ്ട ആ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കത് എളുപ്പം കിട്ടും, അറിയാൻ പറ്റും. അതിനുശേഷം നമുക്കത് ഓരോ 3 പാർട്ട് വീതം മാറ്റി എടുക്കാം. മുഖത്തോട് മുഖം ഈ ആ വരച്ച ഭാഗങ്ങൾ മുഖത്തോട് മുഖം വരത്തക്ക രീതിയിൽ എടുത്ത് നമുക്ക് വയ്ക്കാം. അപ്പം മധ്യത്തിലായിട്ടാണ് നമ്മുടെ നല്ല ഭാഗങ്ങൾ വെക്കേണ്ടത്. ഏറ്റവും അടിയിൽ നമുക്ക് ഉള്ളിൽ പോകേണ്ട ആ പീസ് ഏറ്റവും അടിയിൽ വയ്ക്കുക. ഏറ്റവും മുകളിൽ നമ്മുടെ അഴുക്ക് വശത്ത് വരുന്ന ഭാഗം വയ്ക്കുക. അങ്ങനെ ഏറ്റവും നടുക്കായിട്ട് നമുക്ക് നല്ല ഭാഗം വെക്കണം. എന്നിട്ട് നമുക്ക് ഇതേ രീതിയിൽ വെച്ചതിന് ശേഷം വീഡിയോ കാണുന്ന അതേപോലെ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ നമുക്കൊരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ മറ്റേ പീസും നമുക്ക് അത് കറക്റ്റായിട്ട് വെച്ച് തയ്ക്കാനുള്ള വിധത്തിനാണ് ഞാൻ ആ ചീത്ത വശം മുകളിലാക്കുന്ന രീതിയിൽ നമുക്കത് തയ്ക്കുന്ന ഇടം വരുന്ന രീതിയിലാണ് വയ്ക്കുന്നത്. അതും ഇതുപോലെ 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് തയ്ച്ചതിന് ശേഷം നമുക്കിതൊന്ന് പതിച്ചടിക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇതുപോലെ എടുത്തിട്ട് കണ്ടില്ലേ, നമ്മുടെ ആ ഒരു പീസ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ തയ്യൽ തുമ്പെല്ലാം വെളിയിലോട്ട് വെച്ചതിന് ശേഷം കൈ കൊണ്ടൊന്ന് പതിച്ച് വരച്ചതിന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ തയ്ച്ചെടുക്കാം. അതേപോലെ തന്നെ മറ്റേ പീസും നമുക്ക് ചെയ്യാം. ഉള്ളിൽ വരേണ്ട ആ ഭാഗം പാർട്ടും നല്ല വശവും കൂടെ ഒരു സ്ഥലത്ത് വരണം. ഇപ്പുറത്തേക്ക് ഒരു ഏറ്റവും മേളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പീസ് മാത്രമേ ഇപ്പുറത്തേക്ക് വരത്തുള്ളൂ. അത് നമ്മളിങ്ങനെ കണ്ടില്ലേ, ആ 2 പീസ് ഒരിടത്തായിട്ട് വരും, മറുഭാഗത്ത് ഒരു പീസ് മാത്രം. എന്നിട്ട് നമുക്കൊരു പതിച്ചടിച്ചിട്ട് അതിന് ശേഷം നമ്മളിങ്ങനെ മടക്കി എടുത്തതിന് ശേഷം ആ പതിച്ചടിച്ചതിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. കൈകൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കത് നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കാനാണ് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കത് നിവർത്തിയിട്ടിട്ട് അതിൻ്റെ 4 ഭാഗത്തൂടെയും നമുക്ക് തയ്ച്ചതിന് ശേഷം ബാക്കി വരുന്ന ആ തയ്യൽ തുമ്പെല്ലാം കട്ട് ചെയ്ത് കളയാം. അങ്ങനെ 2 പാർട്ടും നമ്മൾ അതുപോലെ തയ്ച്ചിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ആ വരച്ച ഭാഗങ്ങളെല്ലാം ഒരേ രീതിയിൽ വരത്തക്ക രീതിയിൽ നമ്മൾ മുഖത്തോട് മുഖം ചേരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അളവുടുപ്പിൽ നിന്ന് ആ ഡാട്ടിൻ്റെ ലെങ്ത് എത്രയാണോ നമുക്ക് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ 2.25 പോയിൻറ്റുമാണ് ഇവിടുത്തെ ലെങ്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ഡാട്ടിൻ്റെ അളവുടുപ്പിൻ്റെ ആ ലെങ്ത് ഡാട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നല്ല വശത്തോട്ട് എടുത്ത് വെച്ചിട്ടാണ് നോക്കുന്നത്. അത് 2.25 പോയിൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമ്മുടെ ആ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അതിലും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ടേപ്പ് വെച്ചിട്ട് 2.25 പോയിൻറ്റ് എവിടെയാണോ വരുന്നത് അവിടെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ അളവുടുപ്പിൻ്റെ അതേ അളവിൽ ബ്ലൗസ് കിട്ടും. അതിനുശേഷം നമുക്ക് നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും കട്ടിങ്ങിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കേണ്ടുന്നത്. ഇപ്പം ഞാൻ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കൊടുക്കാം. ഇപ്പോൾ ആദ്യം നമുക്ക് നല്ല വശവും കൂടെ ചേർത്തതിന് ശേഷം അടിച്ചെടുക്കാം. അടിക്കുമ്പോഴത്തേനും നമ്മൾ ആ വരച്ച് വെച്ചിരുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഹൂക്ക് പടി ഒക്കെ വയ്ക്കുന്ന ഭാഗത്തേക്ക് അവിടെ വേണം ആ വരച്ച ഭാഗം വരാനുള്ളത്. അതിന് ശേഷം അവിടെ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം.
എന്നിട്ട് നമുക്കവിടെ അധികം വന്ന ആ തയ്യൽ തുമ്പുകളെല്ലാം അങ്ങ് വെട്ടിക്കളയുക. എല്ലായിടത്തും നമുക്ക് തയ്യൽ തുമ്പെല്ലാം അങ്ങ് വെട്ടിക്കളയണം. എത്ര ബാക്കിയുണ്ടോ അതെല്ലാം കളഞ്ഞ് നീറ്റായിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, അകത്തൂടെ തയ്ക്കുന്നവർക്ക് ഒന്നുകൂടെ തയ്ക്കുക, ഇല്ലെങ്കിൽ ഞാൻ അത് പ്രസ് ചെയ്ത് മേളിൽ കൂടെ ഒരു പതിച്ചൊരു തയ്യൽ കൂടെയാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് രണ്ട് ഭാഗങ്ങളും ഫ്രണ്ട് പാർട്ടിൻ്റെ ആ രണ്ട് പീസും അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എല്ലാം വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ആ തയ്യൽ തുമ്പുകളെല്ലാം ബാക്കി അധികം വന്നിരിക്കുന്ന എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് പടിയൊക്കെ വെച്ച് കൊടുക്കാം. ഹൂക്കുപടിയും ഐപ്പടിയും. നമുക്ക് ഈ പടി വെക്കാൻ വേണ്ടി കറക്റ്റായിട്ട് നമ്മുടെ ആ കഴുത്തിൻ്റെ ഭാഗം വരുന്നത് മുകളിലായിട്ട് വയ്ക്കുക. മുകളിലായിട്ട് വെച്ചതിന് ശേഷം ആദ്യം നമുക്ക് നല്ല വശത്തു നിന്നും തയ്യൽ വരുന്ന ആ പടിയുണ്ടല്ലോ, അതാണ് നമുക്ക് ഹൂക്ക് വയ്ക്കാൻ വരുന്നത്. ഇതിപ്പം നമ്മുടെ നല്ല വശത്തൂടെ വരുന്നത്. ഒരു ഭാഗം നമുക്ക് മറിച്ചിടേണ്ടി വരും, എന്നിട്ട് വെളിയിലോട്ടാണ് തയ്യൽ വരുന്നത്. അതിലാണ് നമ്മുടെ ഹൂക്കിൻ്റെ ഐപ്പടി വരുന്നത്. ഇപ്പോൾ നമുക്കിത് കഴുത്തിൻ്റെ അവിടെ വെട്ടിയെടുത്തപ്പോൾ കിട്ടിയ പീസാണ്. ഞാൻ കട്ടിംഗ് പാർട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പീസാണ് നമ്മളിതിന് പടി വയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഹൂക്ക് പടി വയ്ക്കാൻ വേണ്ടിയുള്ള പാർട്ടാണ്. ഇതിപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ ഭാഗം നേരെ നമ്മുടെ മുകളിലാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവിടെ കറക്റ്റായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക ആ കട്ടിങ് ചേർത്തതിൻ്റെ ഭാഗത്ത്. എന്നിട്ട് നമുക്ക് ആ കഴുത്തിൻ്റെ അവിടെ ഒരു ശകലം, ഒരുപാട് കഴുത്തിൻ്റെ അവിടെ പോകരുത്, എന്നിട്ട് നമുക്കവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മധ്യത്തിലൊന്നും കട്ട് ചെയ്യേണ്ട. ആ കട്ടിങ്ങിൻ്റെ അവിടെ ചേർന്ന ഭാഗവും ആ കഴുത്തിൻ്റെ അവിടെ ഒരു ശകലം മാത്രം. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ആ പീസ് വെച്ച് തയ്ച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതിച്ചടിക്കാം. പതിച്ചടിച്ചതിന് ശേഷം താഴേക്ക് ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കി കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ആ 1/2 ഇഞ്ച് വിട്ടിട്ടുള്ള ആ പീസ് എടുത്ത് നമുക്ക് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ആദ്യം ഒന്ന് മടക്കിയിട്ട് പിന്നെ ഒന്നുകൂടെ മടക്കി അകത്തേക്കാക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടില്ല, ആദ്യം ആ താഴ്ഭാഗം അതേപോലെ നമുക്ക് അവിടെ ആദ്യം ഒരു പിന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം ആ താഴ്ഭാഗത്ത് അതേപോലെ വെച്ച് നമുക്ക് കറക്റ്റായിട്ട് തയ്ച്ച് മേളിലോട്ട് വരാം. വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ ചെയ്യുക. എന്നിട്ട് നമുക്കത് മേളിലോട്ട് വരാം. മേളിലോട്ട് ഫുള്ളും തയ്ച്ചെടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് അധികം വന്നതെല്ലാം കട്ട് ചെയ്ത് കളയണം. ആ കഴുത്തിൻ്റെ പീസിൻ്റെ അവിടെ നമുക്ക് അല്പം അധികം കിടക്കുന്നുണ്ടെങ്കിൽ അതും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ തന്നെ നമുക്ക് മറ്റേ പീസും ചെയ്തെടുക്കാം. മറ്റേ പീസ് എടുക്കുമ്പോഴത്തേനും നമുക്ക് കഴുത്തിൻ്റെ ഭാഗം മുകളിലോട്ടാക്കി വെക്കുക. അതിനുശേഷം നമുക്കത് മറിച്ചാണ് ഇടേണ്ടി വരുന്നത്. അതിൻ്റെ അഴുക്ക വശമാണ് വരുന്നത്. അന്നേരം നമുക്ക് തയ്ക്കത്തക്ക രീതിയിൽ വരുന്നത് അതിൻ്റെ അഴുക്ക വശമാണ്. അപ്പോൾ ആ വശം വെച്ചതിന് ശേഷം നമുക്ക് അതേ കൂടെ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് വെളിയിലോട്ടാണ് അതിൻ്റെ പടി വരേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പ്രസ് ചെയ്ത് ഒന്ന് പതിച്ചടിക്കണം. അതും പതിച്ചടിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്ന തയ്യൽ തുമ്പ് അകത്തോട്ടാക്കി ഒരു അല്പം മടക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് മടക്കിയതിന് ശേഷം ആ പടി ഒന്നുകൂടെ മടക്കി തയ്യൽ തുമ്പിൻ്റെ അവിടെ, അതായത് നമുക്ക് വെളിയിലോട്ടാണ് ആ തയ്യൽ വരുന്നത്, ആ തയ്യൽ തുമ്പിൻ്റെ അവിടോട്ട് ചേർത്ത് നമുക്ക് തയ്ച്ചെടുക്കാം. അതിന് മുമ്പൊരു പിന്ന് കുത്തി വയ്ക്കുക. പിന്ന് കുത്തിയതിന് ശേഷം നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അവിടുന്ന് ഇതേപോലെ കോണ് പോലെ ഒരു സ്റ്റിച്ച് വരിക. അതിന് ശേഷം നമുക്ക് ഓരോ അളവ്, കറക്റ്റ് അളവ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ട് നമുക്കവിടെ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു 5 എണ്ണം അവിടെ ചെയ്തെടുക്കാം. മേളിൽ വരുമ്പോഴത്തേനും നമുക്ക് എക്സസ് ആയിട്ട് കിടക്കുന്ന തുണി കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അവിടെ നമുക്ക് ബാക്ക് കഴുത്തിൻ്റെ ആ ഒരു ഇത് വരുമല്ലോ, ക്രോസ് പീസ്, അത് വെക്കുന്നതിൻ്റെ അവിടെ നിന്ന് താഴെ അടിച്ചു മറിക്കാൻ പോകും. അപ്പോൾ അതനുസരിച്ച് വേണം അവിടെ എടുക്കാൻ. എന്നിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാം. ഇതിലൊരു 1.5 ഇഞ്ചിൻ്റെ വ്യത്യാസത്തിലാണ് ഞാനിത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ തയ്ച്ചതിന് ശേഷം കുത്തി നിർത്തി വെളിയിലോട്ട് വരിക. അതിനുശേഷം മേളിലേക്ക് വന്നതിന് ശേഷം പിന്നെ അതേ രീതിയിൽ തന്നെ കുത്തി നിർത്തി മുന്നോട്ട് വരിക. അതിനുശേഷം മേളിലോട്ട് പോവുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഏറ്റവും അവസാനം വരെ അങ്ങനെ വരും. അങ്ങനെ ഒരു 5 എണ്ണം ചെയ്തെടുക്കാം. 5 ഹൂക്കാണ് വെക്കുന്നത് ബ്ലൗസിന് സാധാരണ. ഇനി ബാക്കി അധികം വന്നേക്കുന്ന ആ പീസ് നമുക്കത് വേണ്ട, ആ കഴുത്തിൻ്റെ അതേ ലെവലിൽ വെച്ചതിന് ശേഷം ബാക്കി നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി 2 പീസും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്കത് കറക്റ്റ് അളവാണോ എന്ന് നോക്കാൻ കിട്ടിയിരിക്കുന്നത്. ഒരേ ലെവലിൽ വരും, കണ്ടില്ലേ? അതേപോലെ വന്നതിന് ശേഷം ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും, നല്ല വശങ്ങൾ തമ്മിൽ നമുക്കത് ചേർത്ത് വയ്ക്കാം. ചേർത്ത് വെച്ചതിന് ശേഷം മേളിൽ ഷോൾഡർ തമ്മിൽ 2 സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. രണ്ട് ഭാഗങ്ങളും അതേപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നിവർത്തിയിട്ടിരിക്കുന്ന പീസാണത്. അതിൽ കൂടെ നമുക്ക് കഴുത്തിന് ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുക്കണം. അതിനായിട്ട് നമുക്കൊരു ക്രോസ് പീസ് കട്ട് ചെയ്യാൻ തുണി ഇതേപോലെ ഇടുക. കണ്ടില്ലേ, ആ കോണോട് കോണ് ചേർന്ന് വരുന്ന ഭാഗങ്ങൾ ചേർന്നാണ് നമ്മൾ ക്രോസ് വെട്ടുന്നത്. അപ്പോഴത്തേനാണ് അത് നല്ല വലിഞ്ഞ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതേപോലൊരു അളവെടുത്ത് കറക്റ്റ് ഒരു 1.5 ഇഞ്ച് അളവ് മതി. അങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അതെല്ലാം പീസും കൂടെ കട്ട് ചെയ്യുക. അങ്ങനെ എല്ലാം വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഈ പീസെല്ലാം കൂടെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് മടക്കി തയ്ച്ചെടുക്കാം. ജോയിൻറ്റ് ചെയ്തിട്ട് അത് പതിച്ചടിക്കണം. പതിച്ചടിച്ചതിന് ശേഷം നമുക്കത് കറക്റ്റായിട്ട് നടു മടക്കി കറക്റ്റ് അളവിൽ വെച്ചതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള വീതി അനുസരിച്ച് ബാക്കി വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തതിന് ശേഷം ഒരു പ്രഷർ ഫൂട്ടിൻ്റെ വീതിയിലാണ് നമ്മളത് തയ്ച്ചെടുക്കുന്നത്. കണ്ടോ, രണ്ടായിട്ടിങ്ങനെ മടക്കിയതിന് ശേഷം ആ ഒരു പ്രഷർ ഫൂട്ടുണ്ടല്ലോ, പ്രഷർ ഫൂട്ടിൻ്റെ അതേ ആ വീതിക്ക് നമുക്കിങ്ങനെ ചുറ്റും തയ്ച്ചെടുക്കാം. തയ്ച്ചെടുത്തിട്ട് ബാക്കിയായിട്ട് നമുക്ക് വീതി കൂടുതൽ വന്ന് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് നെക്കിൽ വെച്ച് ഇതേപോലെ ആ വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ റൗണ്ട് ചുറ്റി ഇങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ തയ്യൽ തുമ്പ് നമുക്ക് ആ കഴുത്തിൻ്റെ അവിടെ വെളിയിലോട്ട് കൊടുത്തിരിക്കണം. അത് നമുക്ക് ഉള്ളിലോട്ട് മടക്കി ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്. കണ്ടില്ലേ, അതേ രീതിയിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് അടിഭാഗത്തേക്ക് കറക്റ്റ് ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ വിട്ടതിന് ശേഷം ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. മാറ്റിയതിന് ശേഷം നമുക്കവിടെ സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് എടുക്കാം. എല്ലായിടവും നമുക്കിതുപോലെ അത്യാവശ്യമുള്ള ഭാഗത്തൊക്കെ കെട്ടിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ പിരിന്നു പോകും. അതിനുശേഷം നമുക്കൊരു കട്ട് വീതം കൊടുക്കുക. ഓരോ ഇഞ്ച് വ്യത്യാസത്തിലോ 1/2 ഇഞ്ച് വ്യത്യാസത്തിലോ നമുക്ക് അതിൻ്റെ തയ്യലേ കൊള്ളാതെ നമുക്കൊരു ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് ഇതേപോലെ കണ്ടില്ലേ, വീഡിയോ കാണുന്ന അതേ രീതിയിൽ ഓരോ കട്ട് കൊടുത്ത് ചുറ്റിന് റൗണ്ടായിട്ട് എല്ലാ നെക്കിലും വരത്തക്ക രീതിയിൽ കൊടുക്കുക. അതിനുശേഷം നമുക്കത് തയ്യൽ തുമ്പെല്ലാം വെളിയിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് നമ്മൾ തയ്ച്ചെടുത്ത ആ പീസിൻ്റെ മുകളിൽ കൂടെ നമുക്ക് പ്രസ് ചെയ്ത് തയ്ച്ച് വരാം, അതായത് പതിച്ചടിക്കാം. നമ്മളിപ്പം ക്രോസ് പീസ് വെച്ച് ജോയിൻറ്റ് ചെയ്തില്ലേ, ആ ജോയിൻറ്റ് ചെയ്ത ഭാഗത്തിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ ഈ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഹെമ്മിങ് ചെയ്യാനായിട്ട് അകത്തോട്ട് മടക്കി വയ്ക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 3 ഇഞ്ചാണ് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതുപോലെ സ്ലീവിൻ്റെ നല്ല വശവും നമ്മൾ തയ്ച്ച് വെച്ച തുണിയുടെ നല്ല വശവും തമ്മിൽ ജോയിൻറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആ മധ്യഭാഗം തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം അവിടുന്ന് നമുക്ക് 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ റൗണ്ട് ചുറ്റും നമുക്ക് തയ്ച്ചെടുക്കാം. വീഡിയോ കാണുന്ന അതേ രീതിയിൽ ആദ്യം ഒന്ന് തയ്ച്ച് വന്നതിന് ശേഷം അത് തിരിച്ച് പിന്നെയും തയ്ച്ച് അങ്ങ് അറ്റം വരെ പോയതിന് ശേഷം അവിടുന്ന് തിരിച്ച് വന്നു മധ്യത്തിൽ വന്ന് തയ്ച്ച് കെട്ടിട്ട് നിർത്തി ഇറക്കാം. അങ്ങനെ തന്നെ 2 ഭാഗങ്ങളും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേ രീതിയിൽ തന്നെ നമുക്ക് നല്ലപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം മറുഭാഗവും ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഇതേപോലെ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ സ്ലീവിൻ്റെ ഇറക്കം എത്രയാണോ ആ ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനു മുമ്പ് നമുക്ക് ആ ബാക്കി വന്ന ഭാഗം സ്ലീവിന് ജോയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ ഇറക്കം എത്രയാണ്, ഇവിടെ 7.25 ഇഞ്ചാണ് വരുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം അതനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ആ 7.25 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ബാക്കി തയ്യൽ തുമ്പ് വരുന്ന ഭാഗം നമുക്ക് തിരിച്ചിട്ടിട്ട് ആ അഴുക്ക വശത്തോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതിലെത്രയാണോ ആ തയ്യൽ നമുക്കവിടെ മടക്കി അടിക്കേണ്ടി വരുന്ന അതേ അളവിൽ തന്നെ മറ്റുള്ള ഭാഗത്തോട്ടും വേണമെങ്കിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക, നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ. അതിനുശേഷം കറക്റ്റായിട്ട് മടക്കിയതിന് ശേഷം ആ 7.25 ഇഞ്ച് വരുന്ന അതേ ലെവലിൽ വെച്ചിട്ട് നമുക്ക് 2 ഭാഗമായിട്ട് മടക്കിയെടുക്കാം. ഇപ്പോൾ ആദ്യം ഒന്ന് മടക്കി നമ്മളൊരു തയ്യൽ കൊടുക്കുക. അതിന് ശേഷം അവിടുന്ന് തന്നെ കറക്റ്റ് ഒന്നുകൂടെ മടക്കിയതിന് ശേഷം നമുക്ക് ആ കാണി
കൂട്ടിയിടണം, വലിയ കാണിയാക്കി ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മധ്യത്തിലൂടെയാണ് തയ്ച്ചെടുക്കേണ്ടത്, അരികിൽ കൂടെയല്ല മധ്യത്തിലൂടെ. കാരണം നമുക്ക് ബ്ലൗസിൻ്റെ കൈയുടെ ഹെമ്മിങ് ആണ് വരുന്നത്, ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ തന്നെ നമുക്ക് മറ്റേ പീസും അതേപോലെ ചെയ്തെടുക്കാം, മറ്റേ കൈയും അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് 7.25 തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ പീസും അതേപോലെ ചെയ്തെടുക്കാം. അതും ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എല്ലാം വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കാം. ഇപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ഇതാണ് അതിന് നമുക്ക് അളവുടുപ്പിൻ്റെ ഹൂക്ക് പടിയുണ്ടല്ലോ, ഹൂക്കിൻ്റെ പടി, ആ പടി വേണം വെച്ചെടുത്ത് അടയാളപ്പെടുത്താൻ. അപ്പം നമ്മൾക്ക് ഒരു ഭാഗം കറക്റ്റ് അടയാളപ്പെടുത്തി അടുത്ത ഭാഗം വരുമ്പോൾ നമ്മൾ ഈ ഐപ്പടി വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് വരുമ്പം നമ്മൾ ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്ന് വേണം വരാൻ. കാരണം മറ്റു ഭാഗം വെളിയിലേക്ക് വരുന്ന ഭാഗമാണ്. എന്നിട്ട് നമ്മൾ അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതുപോലെ ബാക്ക് പാർട്ട് എടുത്ത് മടക്കിയിട്ടതിന് കറക്റ്റായിട്ട് മടക്കിയിടുക. ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് അവിടെ ഒരു പിന്ന് കുത്തിവെക്കുക. പിന്ന് കുത്തിവെച്ചതിന് ശേഷം കറക്റ്റായിട്ട് എല്ലാം കഴുത്തും കൈയും എല്ലാം ഒരേ അളവിന് ഒരേ ലെവലിന് വെച്ചതിന് ശേഷം നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ 10.25 പോയിൻറ്റുമാണ് നമുക്ക് ചെസ്റ്റ് വേണ്ടുന്നത്. നിങ്ങൾക്ക് എത്രയാണോ, ഇപ്പോൾ 8 ഇഞ്ചുള്ളത് 8 ഇഞ്ച് അടയാളപ്പെടുത്താം, 9 ആണെങ്കിൽ 9 അടയാളപ്പെടുത്താം. അതേപോലെ നമുക്ക് മറുഭാഗവും അതേപോലെ ടേപ്പ് വെച്ച് 10.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി താഴത്തെ ബാക്ക് പാർട്ടിൻ്റെ താഴത്തെ അളവ് എത്രയാണ് നമുക്ക് ആ ഉടുപ്പിൽ നിന്ന് തന്നെ വെച്ച് നോക്കാം. അളവുടുപ്പിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് ബാക്ക് പാർട്ടും അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ആ ഫോൾഡ് വശം വരുന്ന ഭാഗമുണ്ടല്ലോ, നമുക്ക് അവിടെ നിന്നാണ് അളവെടുക്കേണ്ടത്, മുറിയാത്ത ഭാഗത്തു നിന്നും. മുറിഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ അവിടെ നിന്നല്ല അളവെടുക്കേണ്ടത്, മുറിയാത്ത ഭാഗത്തേക്ക് അളവുടുപ്പിൻ്റെയും മുറിയാത്ത ഭാഗം വെച്ചതിന് ശേഷം നമുക്ക് ദാണ്ട ഇതേപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ രണ്ട് വശത്തും അതുപോലെ അകത്തൂടെയും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി എടുത്തോട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. മറുഭാഗത്തും ഇതേപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് കൈയുടെ അടയാളം അതും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഒരു പിന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടെ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. കാരണം ബാക്കിൻ്റെ അളവ് വന്നിടവും ഫ്രണ്ടിൻ്റെ അളവ് വന്നതും ഒരേപോലെ പിന്ന് വെച്ച് കുത്തി അടയാളപ്പെടുത്തി അതിനുശേഷം നമ്മൾ കൈയ്യടത് അടയാളപ്പെടുത്തുകയാണ്. 6 ഇഞ്ച് ഇവിടെ വേണ്ടുന്നത്, നിങ്ങൾക്ക് എത്രയാണോ അതെടുക്കാം. എന്നിട്ട് ആ 6 ഇഞ്ച് അതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു വരച്ച് കൊടുക്കാം. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ തയ്ച്ച് വരുമ്പോൾ ആ കൈക്കുഴിയുടെ അവിടുത്തെ വരുന്ന തയ്യൽ തുമ്പ് കറക്റ്റാക്കി ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം ആ തയ്യലിൻ്റെ തുമ്പ് മുകളിലോട്ട് വരണം. ആ രീതിയിൽ വെച്ചതിന് ശേഷം വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതുപോലെ മറുഭാഗവും നമുക്കതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൈ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ആ ചെസ്റ്റിൻ്റെ അവിടുത്തെ അളവിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ താഴെ ആ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇത് വേസ്റ്റിൻ്റെ അവിടെ, അത് തമ്മിൽ ഇതേപോലെ മുകളിലോട്ട്, അത് നമ്മൾ തയ്ക്കുന്ന ഒരു വിധത്തിനാണ്. ആ ഒന്ന് മുകളിൽ നിന്ന് തയ്ച്ച് വരുമ്പോൾ ഒന്ന് താഴെ നിന്ന് വരുന്നത്. ആദ്യം നമ്മൾ കൈ ഭാഗമാണ് തയ്ച്ച് വന്നത്. ഇതിപ്പം മറുഭാഗത്ത് വരുമ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് മേളിലോട്ടാണ് വരുന്നത്. എന്നിട്ട് കൈക്കുഴിയെല്ലാം നമ്മൾ ഒരേ അളവിൽ ജോയിൻറ്റ് ചെയ്ത് കറക്റ്റാക്കി വെച്ച് വേണം തയ്ച്ചെടുക്കാൻ. അങ്ങനെ ഒരു 3 സ്റ്റിച്ച് കൊടുക്കാം. 3 സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വരുന്ന തയ്യൽ തുമ്പെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയണം. കറക്റ്റാക്കി തയ്യൽ തുമ്പെല്ലാം കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തിട്ട് മറുഭാഗവും നമുക്കതുപോലെ ചെയ്യാം. അതിന് ശേഷം നമ്മുടെ കഴുത്തും കയ്യും ഒക്കെ ഹെമ്മിങ് ചെയ്തെടുക്കാം, ബാക്ക് പാർട്ടും ഒക്കെ. ഇത്രയേ ഉള്ളൂ. ഓക്കെ.